SP സുജിത് ദാസിനെതിരെ നേരത്തെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അതിലൊന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നാർക്കോട്ടിക്സിൽ ASP ആയിരിക്കെ 6 യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് പരാതി. ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി നൽകിയ ഹർജിയിൽ മറ്റന്നാൾ അന്തിമവാദം നടക്കാൻ പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. SP സുജിത് ദാസിനെതിരെ ഉയർന്ന പരാതികളിൽ ഒന്നിൽ അന്തിമവാദത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ആ കേസിന്റെ പശ്ചാത്തലം? സുജിത് ദാസിനെതിരെ 2018 ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു ആരോപണം എറണാകുളത്ത് നിന്നും ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ അന്തിമവാദം ഈ മാസം 4-ാം തീയതി നടക്കാൻ പോവുകയാണ്. ജസ്റ്റിസ് ബാബുവിന്റെ ബെഞ്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം നടക്കുന്നത്. ഈ സുജിത് ദാസിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് 6 യുവാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു യുവാവിനെ ആലുവ എടത്തലയിൽ വെച്ച് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് പിടികൂടുന്നു. ഇയാളെ അതിഗുരുതരമായ നിലയിൽ മർദ്ദിക്കുന്നു. എടത്തല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതീവ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു. ഇയാളെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് പിടിച്ചപ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന വാഹനം ഇയാളുടെ സുഹൃത്ത് സുരേഷിൻ്റെതായിരുന്നു. അങ്ങനെ ഈ സുജിത് ദാസ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉമറുൽ ഫാറൂഖിനെ പിടിച്ചിറക്കി സുരേഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. സുരേഷിന്റെ വീട്ടിൽ നിന്ന് രാത്രിയിൽ കുടുംബത്തിന് മുന്നിൽ നിന്നും സുരേഷിനെ മർദ്ദിച്ച് പിടികൂടുന്നു. അതിനുശേഷം ഈ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്, മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇത് സിനിമാറ്റിക് കഥയെ വെല്ലുന്ന ഒരു തിരക്കഥയാണ്. മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അവിടെ അതേ സമയത്ത് ഒരു യുവാവിനെ, ഷിഹാബ് എന്ന് പറയുന്ന ഒരു യുവാവിനെ ഇതുപോലെ കഞ്ചാവ് കേസിൽ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയായിരുന്നു. അതായത് ഒരു ബന്ധവുമില്ലാത്ത പല ഭാഗങ്ങളിൽ നിന്ന് വന്ന 6 പേരെ ഇവരൊരു ടീമാണ് എന്ന് വരുത്തി തീർത്ത്, ഇവർ കഞ്ചാവ് കേസ് പ്രതികളാണെന്ന് വരുത്തി തീർത്ത് എടത്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ഇവർ ഈ കുറ്റം സമ്മതിക്കാതെ വന്നതോടുകൂടി കേട്ടാൽ ഞെട്ടുന്ന വിധത്തിലുള്ള മർദ്ദനമാണ് ഇവർ കേട്ടത്. കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് നെഞ്ചിൽ അമർത്തി തിരിച്ചു എന്നതുൾപ്പെടെയുള്ള ആ കാര്യങ്ങളാണ് ഈ യുവാക്കൾ വെളിപ്പെടുത്തിയത്. പിന്നീട് ഇവരെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇവർ കഞ്ചാവ് കേസ് പ്രതികളാണെന്ന നിലയിൽ ഈ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു വാർത്ത കൊടുക്കുന്നു. അത് മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ നിലയിലായിരുന്നു ആ സംഭവങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളായി ഈ യുവാക്കൾ പേടിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. താനൂർ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്ത സുജിത് ദാസിനെതിരായ ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും ചിന്തിക്കണം, ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇവർ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തിന്റെ പുറത്തു തന്നെയാണ് നിയമ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഇതിൽ പരാതി നൽകിയിരിക്കുന്ന ഹൈക്കോടതിയെ സമീപിച്ച ഒരാളുടെ ഭാര്യയെ ഈ ഒരു 3 പേർ പോലീസ് സംഘമെന്ന് അവർ പറയുന്നു, മഫ്തിയിലായിരുന്നു എന്നും പറയുന്നു. പോലീസ് സംഘം വീട്ടിൽ കയറി ഈ ഹർജി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നാർക്കോട്ടിക്സിൽ ASP ആയിരുന്നപ്പോൾ എറണാകുളത്ത് നിന്നും സുജിത് ദാസിനെതിരെ ഉയർന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഈ മാസം 4-ന് ജസ്റ്റിസ് ബാബുവിന്റെ ബെഞ്ചിൽ അവസാന വാദത്തിനായി പരിഗണിക്കുകയാണ് സുജയ.